നമ്മളെല്ലാം കിടക്കാൻ ഉപയോഗിക്കുന്ന പായ അഥവാ മാറ്റ് എങ്ങനെയാണ് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നതെന്നാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മുടെ വിപണിയിലുള്ളത് അധികവും പ്ലാസ്റ്റിക് പായകളാണ്. ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് പ്ലാസ്റ്റിക് ശേഖരിക്കൽ തന്നെയാണ്. പ്രധാനമായും പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ് ഇതിനുപയോഗിക്കുന്നത്. നമ്മുടെ നഗരങ്ങളിൽ ദിവസവും വന്ന് വീഴുന്നത് ആയിരക്കണക്കിന് പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ്. ഇങ്ങനെയുള്ള കുപ്പികൾ റോഡുകളിൽ നിന്നും ഡസ്റ്റ് ബിന്നുകളിൽ നിന്നും പ്രത്യേകം വേർതിരിച്ച് ശേഖരിക്കുന്നു. നിരവധി ആളുകൾ ഈ ഒരു വേർതിരിക്കൽ ജോലിയുമായി ഏർപ്പെടുന്നുണ്ട്. ഇത്തരം ശേഖരിച്ച പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നേരെ വലിയ ലോറികളിലാക്കി ഫാക്ടറിയിലേക്ക് എത്തിക്കുന്നു. ഇവിടെ എത്തിയാൽ ആദ്യത്തെ പണി കുപ്പികളിൽ അടങ്ങിയ ചെളിയും പൊടിയും സ്റ്റിക്കറുകളും ഒക്കെ നീക്കം ചെയ്ത് വൃത്തിയാക്കലാണ്. വൃത്തിയാക്കിയ ശേഷം ഇവ ഒരു പ്രത്യേകം കട്ടിംഗ് മെഷീനിന്റെ സഹായത്തോടെ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നു. വലിയ ബോട്ടിലുകൾ കൊണ്ട് നേരിട്ട് പായ ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇതുകൊണ്ടാണ് ഇവ ചെറുതാക്കി മുറിച്ചെടുക്കുന്നത്. ഇങ്ങനെ എല്ലാ ബോട്ടിലുകളും ചെറുതാക്കി മുറിച്ചു കഴിഞ്ഞാലുള്ള അടുത്ത പണി ഇവയെ ഉരുക്കിയെടുക്കലാണ്. ഒരു പ്രത്യേക മെഷീനിലേക്ക് ഇത്തരം മുറിച്ചെടുത്ത പ്ലാസ്റ്റിക്കുകൾ നിറക്കുന്നു. ഇതിനകത്ത് പ്ലാസ്റ്റിക് ഉരുകാൻ പാകത്തിനുള്ള ചൂടുണ്ടായിരിക്കും. ഇതിങ്ങനെ ഉരുകുന്ന സമയത്ത് പ്രത്യേകം ജോലിക്കാർ സേഫ്റ്റി മാസ്കുകളും ഗ്ലൗസുകളും എല്ലാം ധരിക്കേണ്ടതുണ്ട്. അതുപോലെ ഇത് ഉരുകുമ്പോൾ ആ മെഷീനിലെ താപനിലയുടെ അളവ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ചൂട് കൂടിയാൽ അതിനകത്തുള്ള പ്ലാസ്റ്റിക് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി താപം കുറഞ്ഞാലോ ഇത് കൃത്യമായി ഉരുകുകയുമില്ല. ഇങ്ങനെ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഉരുകിക്കഴിഞ്ഞാൽ ഈ ദ്രാവകത്തെ ഉയർന്ന സമ്മർദ്ദത്തിൽ ഈ മെഷീനിലൂടെ തന്നെ ചെറിയ സുഷിരങ്ങളിലൂടെ പുറത്തേക്ക് തള്ളുന്നു. നമ്മൾ പേസ്റ്റ് ഉപയോഗിക്കുന്ന പോലെയാണിത്. ഈ സുഷിരങ്ങൾ വളരെ ചെറുതാണ്. ഇതിനാൽ തന്നെ പുറത്തു വരുന്ന പ്ലാസ്റ്റിക് ദ്രാവകം നീളമുള്ളതും നേർത്തതുമായ നൂലുകളായി രൂപപ്പെടുന്നു. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ നടക്കുന്നത് ഉരുകിയ പ്ലാസ്റ്റിക്കിനെ വലിച്ച് നീളമുള്ള നൂലുകളാക്കി മാറ്റുന്നു എന്നതാണ്. ഇങ്ങനെ വരുന്ന നൂലുകൾക്ക് ബലം തീരെ ഉണ്ടാകില്ല. ഇതിനായി ഇവയെ തണുത്ത വെള്ളത്തിൽ കുറച്ചു സമയം മുക്കിയെടുത്താണ് ഇവയെ കട്ടിയാക്കി മാറ്റുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പ്ലാസ്റ്റിക് നൂലുകൾ വലിക്കുമ്പോഴും ചുരുട്ടുമ്പോഴും ഒക്കെ പൊട്ടാതെ ഇരിക്കുന്നു. ഇങ്ങനെ വരുന്ന നൂലുകളെ ഓരോ റോളുകളാക്കി മാറ്റുന്നു. ഈ പ്ലാസ്റ്റിക് റോളുകളാണ് അടുത്ത ഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ എല്ലാ റോളിലുമുള്ള നൂലുകൾക്ക് ഒരേ കനം ഉണ്ടായിരിക്കുക എന്നത് ഇവിടെ പ്രധാനമാണ്. എവിടെയെങ്കിലും കനം കൂടുകയോ കുറയുകയോ ചെയ്താൽ പിന്നീട് പായ നെയ്തെടുക്കുന്ന സമയത്ത് തടസ്സമുണ്ടാകും. അടുത്ത സ്റ്റെപ്പ് പായ നിർമ്മാണമാണ്. ഇത് രണ്ട് രീതിയിൽ ചെയ്യാവുന്നതാണ്. ഒന്ന് മെഷീൻ ഉപയോഗിച്ചും മറ്റൊന്ന് കൈകൾ കൊണ്ടും. വലിയ ഫാക്ടറികളിൽ പെട്ടെന്ന് നിർമ്മിക്കാനായി യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് പായ നെയ്തെടുക്കുന്നത്. ഇത്തരം മെഷീനുകളിൽ ആദ്യം നേരത്തെ നിർമ്മിച്ച പ്ലാസ്റ്റിക് റോൾ സെറ്റ് ചെയ്യുന്നു. പിന്നീട് മെഷീൻ ഓണാക്കുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കായി മെഷീൻ തന്നെ ഒന്നിനു മുകളിൽ മറ്റൊന്ന് വെച്ച് നൂലുകൾ നെയ്യാൻ തുടങ്ങുന്നു. വസ്ത്രങ്ങൾ നെയ്യുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. ഇങ്ങനെ നെയ്യുന്നതിനിടയിൽ ചെറിയ വരകൾ, ചെക്ക് ഡിസൈനുകൾ അല്ലെങ്കിൽ വിവിധ കളറുകൾ എന്നിവയെല്ലാം നൽകാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ കാണുന്ന പായകളിലുള്ള ഡിസൈൻ വർക്കുകളെല്ലാം ചെയ്യുന്നത്. ഇന്നും പല ചെറിയ ഫാക്ടറികളും ഗ്രാമപ്രദേശങ്ങളിലുമൊക്കെ കൈകൊണ്ട് നെയ്തെടുക്കുന്ന രീതിയുമുണ്ട്. കൈകൊണ്ട് നെയ്തെടുക്കുന്ന ഈ രീതിയാണെങ്കിൽ ഒരുപാടധികം സമയം എടുക്കുന്നതാണെങ്കിലും ഇതിലെ ഡിസൈനുകളും നെയ്യുന്ന ഫിനിഷിങ്ങും കാണാൻ നല്ല മനോഹരമായിരിക്കും. ഇങ്ങനെ ഒന്നിച്ച് നീളത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവയെ ഓരോ പായയുടെ അളവിൽ വെച്ച് മുറിച്ചെടുക്കുന്നു. ഇതിനുശേഷം ഇതിന്റെ 4 ഭാഗവും പ്ലാസ്റ്റിക് നൂല് വിടർന്ന് പോരാതിരിക്കാൻ മെഷീൻ ഉപയോഗിച്ച് തന്നെ തുന്നിയെടുക്കുന്നു. ഇതിലൂടെ പായകൾക്ക് പ്രത്യേകം ഒരു ഡിസൈൻ പാറ്റേൺ തന്നെ ലഭിക്കുന്നതാണ്. അവസാനമായി ഇവ ഒരു തവണ കൂടി ഉണക്കാനായി ഇടുന്നു. ഇങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ അടുത്ത പണി ഇവ പാക്ക് ചെയ്ത് വിപണിയിലേക്ക് എത്തിക്കലാണ്. ഇന്ത്യൻ പായകൾക്ക് ഇന്ന് വിദേശ രാജ്യങ്ങളിൽ നല്ല ഡിമാൻഡാണ്. അപ്പോ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ട് എങ്ങനെയാണ് പായ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോ അടുത്തൊരു വീഡിയോയുമായി കാണാം.